പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് കാണുന്ന കാര്യങ്ങളെല്ലാം ദൈവം തന്നെയാണത്, മറ്റു ദൈവമേ ഉള്ളൂ യഹോവയെന്ന് നമ്മൾ അന്ന് യഹോവക്കാരെ മനസ്സിലാക്കി. പിതാവ് എന്ന് ഈശോ വെളിപ്പെടുത്തി ആ ദൈവത്തെക്കുറിച്ചുള്ള ചില അപൂർണ ചിത്രങ്ങൾ മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ പഴയ നിയമകാലത്തിലെ ദൈവം ഇച്ചിരി കർക്കശക്കാരനും ശിക്ഷിക്കുന്നവനും പ്രതികാരം ചെയ്യുന്നവനും അങ്ങനെ ക്രൂരനായ ഒരു ദൈവമായിരുന്നു. പിന്നെ ആ ദൈവം പോയി എവിടെയാ പോട്ടയ്ക്ക് പോയി പോയി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് ഇപ്പൊ നല്ല ദൈവമായി, സ്നേഹപിതാവായി. അങ്ങനെയല്ല നമുക്കറിയാം. ദൈവത്തിന് മാറ്റം ഒന്നുമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക എന്നുള്ള ഈശോയുടെ ഉപദേശത്തെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ നടത്തുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 39ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലെ 7 യാചനകൾ, 1ാമത്തെ യാചനയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ. പിതാവിൻ്റെ നാമം നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് പൂജിതമാകുന്നത്? പിതാവിനെ അറിയുമ്പോഴാണ്. പിതാവിനെ അറിയാൻ നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈശോയാണ്. ഈശോ വെളിപ്പെടുത്തുന്ന പിതാവിൻ്റെ ആ ഒരു ചിത്രം, പിതാവിനെ അറിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണല്ലോ. കഴിഞ്ഞ ശേഷം നമ്മൾ കാണുകയുണ്ടായി. ഈശോ പറയുന്ന യോഹന്നാൻ 12:40 നമ്മൾ വായിക്കുന്നത്, എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ വിധിക്കുന്നില്ല, വിധിക്കുകയില്ലാത്ത ദൈവം. അത് നമ്മൾ കാണുന്നുണ്ട്. വിധികർത്താവായിട്ട് വരാൻ പോകുന്ന ഈശോയാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെ പറയുമ്പം ഈശോ വിധിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? വിധിയാളനായിട്ട് ഈശോ വരുന്നതിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 25ാമത്തെ അധ്യായത്തില് 31 തിരുവചനങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ രാജാവായിട്ട് മുഖത്തോടെ വരുമ്പം രാജ്യത്തിന്റെ മക്കളെയും നാശത്തിന്റെ മക്കളെയും രണ്ടായിട്ട് തിരിക്കും, ഇടതുവശത്തോട്ടും വലതുവശത്തോട്ടും. ഇതിന് വലതുവശമുള്ളവരോട് പറയും രാജ്യം അവകാശപ്പെടുത്തുവിൻ, അനുഗ്രഹിക്കപ്പെട്ടവരെ. ഇടതുവശമുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. അപ്പം വിധിച്ചു മാറ്റിവെക്കുമെന്നല്ലേ പറയുന്നത്? ഞാൻ വിധിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് അല്പം ശ്രദ്ധിച്ച്, ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ആടിനെ ചെമ്മരിയാടോ കോലാടോ ആക്കുന്നത് ഇടയനല്ല. ആടിന്റെ ഉദാഹരണം ഒരു പരിമിതിയുണ്ട്, കോലാടും ചെമ്മരിയാടും. ഒരു സ്കൂള് തുറക്കുന്ന അവസരം ഓർത്ത് നോക്കിക്കേ. ഇപ്പൊ എല്ലാം ഓൾ പാസ് ആണല്ലോ സ്കൂളിലൊക്കെ, എല്ലാ ക്ലാസ്സിലും. എന്നാൽ പണ്ടത്തെയൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ക്ലാസ്സിലും തോക്കാൻ സാധ്യതയുണ്ട്. എല്ലാ ക്ലാസ്സിലും 2 വർഷം 3 പ്രാവശ്യം ഒക്കെ ഇരുന്ന് പഠിച്ച് കയറി വരുന്ന മിടുക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ സ്കൂളിന്റെ തുറക്കുന്ന ദിവസം വരുമ്പോൾ ജൂൺ 1-ാം തീയതിയാണെന്ന് വിചാരിക്കുക. ഇതേ 10ാം ക്ലാസ്സുകാർ പോയി 9ാം ക്ലാസ്സിലേക്ക് പ്രിൻസിപ്പാള് അല്ലെ ഹെഡ് മാസ്റ്റർ കയറി വന്ന് ലിസ്റ്റുമായിട്ട് വന്നിട്ട് പേര് വായിക്കുന്ന എഡിറ്റ് നിൽക്കാൻ പറയുകയാണ്. പേര് വായിക്കുന്ന എഡിറ്റ് നിൽക്കുന്നു. ലിസ്റ്റ് വായിച്ചു കഴിയുമ്പോൾ കുറെ പേര് ഇരിപ്പുണ്ട്, അവരുടെ പേര് വായിച്ചില്ല. എണീറ്റ് നിൽക്കുന്നത് പറയും അടുത്ത 10ാം ക്ലാസ്സിലേക്ക് പൊക്കോ. ബാക്കിയുള്ളവരോട് നോക്കി സാറ് പറയും നിങ്ങൾ തോറ്റു, ഈ ക്ലാസ്സിൽ തന്നെ 1 വർഷം കൂടെ പഠിക്കണം. എന്നിട്ട് സാർ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ സാറ് വന്നിട്ട് ലിസ്റ്റ് വായിക്കുന്നത് എന്ത് മാനദണ്ഡം വെച്ചാ? ഈ പ്രിൻസിപ്പാൾ കയറി വന്നിട്ട് എല്ലാവരെയും നോക്കി, പ്രിൻസിപ്പാൾ ഇഷ്ടം തോന്നിയ കുറെ പേര് ഏൽപ്പിച്ച് നിർത്തിയിട്ട് അടുത്ത ക്ലാസ്സിൽ കയറ്റി വിട്ടു. ഇഷ്ടമില്ലാത്തവർ അവിടെ കിടക്കണം, ഈ വർഷം കൂടെ പഠിച്ചോ, നിന്നെ തോപ്പിക്കാൻ ഞാൻ. അങ്ങനെ പ്രിൻസിപ്പാളാണോ തോപ്പിക്കുന്നത്, ജയിപ്പിക്കുന്നത്? നമുക്കറിയാം അല്ല. ശരിയാണ്, പ്രിൻസിപ്പാളാണ് ലിസ്റ്റ് വെച്ച് വായിച്ച് കയറ്റി വിടുന്നത് അടുത്ത ക്ലാസ്സിലേക്ക്. പക്ഷേ അങ്ങനെ ആ ലിസ്റ്റിനകത്ത് പേര് വരുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ കടന്നുപോയ 1 വർഷം മുഴുവനിലും ഈ വിദ്യാർത്ഥികൾ ആത്മാർത്ഥത്തിൽ പഠിച്ച് വിജയിക്കാൻ മാർഗം മേടിച്ചോ ഇല്ലയോ അതിനെ ആശ്രയിച്ച അത് തീരുമാനമെടുത്തത് പിള്ളേരാണ്. പിള്ളേർ ഈ 1 വർഷം കൊണ്ട് ജയിക്കാൻ അർഹരായോ, ക്ലാസ് ഹൈറ്റിൽ പ്രൊമോഷൻ അർഹരായോ ഇല്ലയോ എന്നുള്ളത് പിള്ളേരാണ് തീരുമാനിച്ചത്. അതെന്താണ് അവർ തീരുമാനിച്ച് ആയിരിക്കുന്നത് എന്നുള്ളത് പ്രിൻസിപ്പൾ പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വിധിയുടെ അവസരത്തിൽ തനതുവിധി ആകട്ടെ അന്ത്യവിധി ആകട്ടെ സംഭവിക്കുന്ന ഇതാണ്. തനതുവിധിയുടെ അവസരത്തിൽ സംഭവിക്കുന്നത് മരണത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ ദൈവത്തിന്റെ പക്കലേക്ക് വരുന്നു. ദൈവത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഭൂമിയിലെ ജീവിതം വഴിയായിട്ട് സ്വർഗത്തിന് അവകാശിയായോ ഇല്ലയോ, അത് നരകത്തിന്റെ വഴിയിലാണോ നീങ്ങാൻ തീരുമാനിച്ച് നീങ്ങിയതെന്നുള്ളത് തമ്പുരാൻ കാണിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ആ വ്യക്തിയുടെ മുൻപിൽ തനത് വിധി
ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ച വ്യക്തിയാണ് നേരെ സ്വർഗത്തിലേക്ക് വരാൻ പറയും. സ്വർഗത്തിലേക്ക് അന്നേരം തന്നെ പ്രവേശിക്കുകയാണ്. സാത്താനോട് ഐക്യപ്പെട്ട് ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് പോയ വ്യക്തിയാണെങ്കിൽ അവരുടെ തീരുമാനം യുദാസ് വിളിച്ചാൽ പറഞ്ഞല്ലേ, നീ ചെയ്യാതിരിക്കുന്നത് വേഗം ചെയ്തു. യുദാസ് ഇറങ്ങിപ്പോയി പുറത്ത്. അപ്പൊ അന്ധകാരമായിരുന്നു വായിക്കുകയാണ് യോഹന്നാൻ 13. അങ്ങനെ അന്ധകാരത്തിലേക്ക് ഈശോ ഇറക്കി വിട്ടതല്ല, അവൻ തീരുമാനമെടുത്ത് സാത്താനെ അകത്ത് കയറ്റിയിരിക്കുന്നു. നീ ചെയ്യാതിരിക്കുന്നത് വേഗം ചെയ്തോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീ എന്ത് തീരുമാനിച്ചിരിക്കുന്നോ അത് വെച്ച് നീങ്ങാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് യുദാസ് പിന്നെയും ഒറ്റപ്പെടുക്കാൻ വരുമ്പോൾ സ്നേഹത്തെ വിളിച്ചു. ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നതിന് നടത്തും. അന്ത്യവിധിയിലും സാത്താനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ അതാണ് കോലാടുകൾ എന്ന് പറയുന്നത്. ശരി, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു വേദനയോടും കൂടെ. അത്രയേ ഉള്ളൂ. പ്രിൻസിപ്പാള് നമ്പരത്തോടെയാണ് ഈ പിള്ളേരെ നോക്കുന്നത്. ജയിക്കാത്ത പിള്ളേരെ നിങ്ങളോട് ഇരിക്കും. ആ പ്രിൻസിപ്പാളാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും അതിൻ്റെ കാരണക്കാർ വിദ്യാർത്ഥി തന്നെയാണ്. അപ്പൊ അനന്തവിധിയിൽ ഒരു വ്യക്തിയോട് പറയുന്ന കാര്യം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് അന്ത്യവിധി എല്ലാവരുടെയും മുമ്പിൽ. അനന്തവിധിയിലെ വിധിക്ക് മാറ്റമൊന്നുമില്ല. എന്നാൽ ശുദ്ധീകരണ സ്ഥലം ദൈവത്തോട് ഐക്യപ്പെട്ട പക്ഷെ പൂർണ്ണ ഐക്യത്തിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ളവർക്കൊരു കാലിക താമസം വരുന്നു, കാലത്തിന് താമസം വരുന്നുണ്ട്. സ്വർഗത്തിൽ ചേർന്നവരാകാൻ അത് സമയമെടുക്കും. അതാണ് ശുദ്ധീകരണ അനുഭവം. അപ്പം നിത്യതയിലേക്ക് വരുമ്പം ശുദ്ധീകരണ സ്ഥലം നിലനിൽക്കുകയല്ല. ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഒരു സ്റ്റേജ് ശുദ്ധീകരണം കഴിഞ്ഞ് കഴിയുമ്പം അവിടെയുള്ള എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ശുദ്ധീകരണ സ്ഥലത്ത് ഒരൊറ്റ എക്സിറ്റ് മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങാൻ ഒറ്റ വാതിലും സ്വർഗത്തിലേക്കാണ്, നരകത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ സ്വർഗവും നരകവും മാത്രം നിത്യം നിലനിൽക്കുക. ശുദ്ധീകരണ അടിയിൽ തീർന്നു പോകും. അപ്പം ഈ തനതുവിധി അന്ത്യവിധിയുടെ മാനദണ്ഡം വിധിയാളന്റെ ഇഷ്ടമല്ല, മറിച്ച് വിധിക്കപ്പെടുന്നവരുടെ തീരുമാന സംരക്ഷണമാണ്. അപ്പോൾ അന്ത്യവിധിയെ കുറിച്ചുള്ള ഈശോയുടെ വിശദീകരണവും നാടകീയമായ രംഗ അവതരിപ്പിക്കാൻ നമ്മൾ ഈ രീതി മനസ്സിലാക്കണം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചിന്ത വീണ്ടും നമുക്ക് വരാം. പക്ഷെ പഴയ നിയമത്തിൽ അങ്ങനെയല്ലല്ലോ. വളരെ കർക്കശമായിട്ട് ദൈവം കുറ്റം വിധിക്കുന്നതും ശിക്ഷിക്കുന്നതും പ്രതികാരം ചെയ്യുന്ന പോലും റോമായ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുള്ളൂ, പ്രതികാരം എന്റേതാണ്, ദൈവം ചെയ്യുന്നു, ഞാൻ പ്രതികാരം വീട്ടും പകരം വീട്ടും കർത്താവ് പറയുന്നു. അപ്പൊ കണ്ടോ, പുതിയ നിയമത്തിൽ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് അപസ്വരം പോലും പറയുന്നുണ്ടല്ലോ, പകരം വീട്ടും ദൈവത്തെക്കുറിച്ച്. പഴയ ദൈവത്തിൽ അങ്ങനെ പല പരാമർശം കാണാൻ പറ്റും. അപ്പൊ ഇത് ശരിയല്ലേ? ആ ദൈവത്തെ നമ്മൾ അവഗണിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത വരുന്നിടത്ത് നമ്മൾ മറക്കരുത്, സഭ നമുക്ക് ബൈബിൾ വ്യാഖ്യാനം നൽകുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനകത്ത് പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു മാനദണ്ഡം ഇതാണ്: പുതിയ നിയമത്തില് ഈശോയിലൂടെയാണ് വെളിപാടിന്റെ പൂർണ്ണ നമുക്ക് കൈവന്നിരിക്കുന്നത്. പഴയ നിയമത്തിലുള്ള വെളിപാടുകൾ അപൂർണമാണ്. ഹെബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായം 1 വാക്യങ്ങളിൽ പൂർവ്വകാലങ്ങളിലെ കാലാകാലങ്ങളില് പ്രവാചകന്മാര് വഴി ദൈവം സംസാരിച്ചു വെളിപ്പെടുത്തി. അവസാന നാളുകളിൽ ദൈവം തന്റെ ഏകപുത്രൻ വഴിയായിട്ട് സംസാരിച്ചു വെളിപ്പെടുത്തി. ആ പുത്രൻ വഴി കിട്ടിയ വെളിപാടാണ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിന്റെ പൂർണ്ണത. പഴയ നിയമത്തിൽ ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങളിൽ പടിപടിയായിട്ട് വെളിപാട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അപൂർണമാണ്. അതുകൊണ്ട് വ്യാഖ്യാനത്തിന് നിയമമായിട്ട് സഭ നൽകുന്ന ഒരു നിർദ്ദേശം ഇങ്ങനെയാണ്: പുതിയ നിയമത്തിൽ ഈശോ വഴി നമുക്ക് കിട്ടിയ ദൈവിക വെളിപാടിന് നിരക്കാത്തതായിട്ട് പഴയ നിയമത്തിൽ എന്ത് കണ്ടാലും അത് സ്വീകാര്യമല്ല. അത് അപൂർണമായിട്ട് കരുതി മാറ്റി വെച്ചാൽ മതി. അതിന്റെ വ്യക്തത ഈശോ വഴി കിട്ടിയ വെളിപാടിലാണ്. അപ്പൊ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് ദൈവത്തെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തുന്ന ചിത്രം അതാണ് പൂർണ്ണമായിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം. ചന്ദ്രനെ നമ്മൾ ആകാശത്ത് കാണുന്ന പല ഷേപ്പിലല്ലേ. കറുത്തവാവ് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രൻ കാണപ്പെടാൻ തുടങ്ങും ആകാശത്തിൽ. എങ്ങനെ കാണുന്നത്? നേരിയ ഒരു ചന്ദ്രക്കര പോലെ. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതോറും അത് വണ്ണിച്ച് തേങ്ങാപ്പൂള് പോലെ വലുതായി വരും. അത് നമ്മൾ നോക്കിയപ്പോൾ ചന്ദ്രനല്ലേ? അതെ, ചന്ദ്രൻ തന്നെയാണ്. ചന്ദ്രൻ ഷേപ്പ് എന്നതാ? തേങ്ങാപ്പൂള് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. ചന്ദ്രന്റെ യഥാർത്ഥ ഷേപ്പ് എന്താണ് നമ്മൾ കാണുന്നത്? വെളുത്തവാവിന്റെ ദിവസമാണ്. വെള്ളിക്കെണ്ണം പോലെ വട്ടത്തിലിരിക്കും ചന്ദ്രൻ. അതാണ് പൂർണ്ണചന്ദ്രൻ. ചന്ദ്രന്റെ പൂർണ്ണ ചിത്രം അതാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതോ തേങ്ങാപ്പൂള് പോലെ, അത് ചന്ദ്രനാ. ഇത് ചന്ദ്രനാ. ഇതിലേതാണ് ശരി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇതാണ് വെളുത്തവാവിലെ ചന്ദ്രനാണ് ശരിക്കുള്ള ചിത്രം. അപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടതോ ചന്ദ്രന്റെ അപൂർണ ചിത്രമാണ്. അപൂർണമായ ചിത്രം ചന്ദ്രൻ തന്നെയാണ്. അപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് കാണുന്ന കാര്യങ്ങളെല്ലാം ദൈവം തന്നെയാണത്, മറ്റു ദൈവമേ ഉള്ളൂ. യഹോവയെന്ന് നമ്മൾ അന്ന് യഹോവക്കാരെ മനസ്സിലാക്കി. പിതാവ് എന്ന് ഈശോ വെളിപ്പെടുത്തി ആ ദൈവത്തെക്കുറിച്ചുള്ള ചില അപൂർണ ചിത്രങ്ങൾ മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ പഴയ നിയമകാലത്തിലെ ദൈവം ഇച്ചിരി കർക്കശക്കാരനും ശിക്ഷിക്കുന്നവരും പ്രതികാരം ചെയ്യുന്നവരും ക്രൂരനായ ഒരു ദൈവമായിരുന്നു
പിന്നെ ആ ദൈവം പോയി എവിടെയാ പോട്ടയ്ക്ക് പോയി ഒരു പോയി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് ഇപ്പം നല്ല ദൈവമായി, സ്നേഹപിതാവായി. അങ്ങനെ അല്ല, നമുക്കറിയാം ദൈവത്തിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പഴയ നിയമത്തിലുള്ള ദൈവത്തിൻ്റെ രീതിയെക്കുറിച്ചുള്ള ഏത് പരാമർശനം കാണുന്നിടത്തും അത് ഈശോ വെളിപ്പെടുത്തിയ ചിത്രമായിട്ട് യോജിക്കുന്നില്ല എന്ന് കാണുന്നിടത്ത് പഴയ നിയമത്തിലെ ചിത്രം അവഗണിക്കുക. ഇത് നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തിലെ 3 ആളുകളെക്കുറിച്ച് പറയുമ്പോഴും നമുക്കറിയാം പഴയ നിയമത്തിലെ തൃത്വത്തെക്കുറിച്ചുള്ള വ്യക്തതയില്ല. എന്നാൽ അപൂർണമായ ചില സൂചനകളുണ്ട്. ഉൽപ്പത്തി 1:26 വാക്യത്തിൽ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യ സൃഷ്ടിക്കാം എന്ന് വായിക്കുന്നുണ്ട്. നമുക്ക് വി ഇൻ ഗാഡ് എന്നാണ് അതേപ്പറ്റി പിതാക്കന്മാർ പറയുന്നത്. പക്ഷേ പഴയ നിയമം എഴുതി വെച്ച യഹൂദ എഴുത്തുകാര്, രചയിതാക്കള് ഏകദൈവത്തെ വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു വാക്യം എന്താ ഇങ്ങനെ വന്നിരിക്കുന്ന റബിമാരത് വ്യാഖ്യാനിക്കാൻ വിഷമിക്കുകയാണ്. ചില റബിമാര് വ്യാഖ്യാനിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവർ വ്യാഖ്യാനിക്കുന്ന ദൈവം നമുക്കെന്ന് പറഞ്ഞത് മാലാഖമാരുമായിട്ട് ആലോചിച്ചതാണെന്ന് പറയുകയാണ്. പക്ഷെ അതിന്റെ അർത്ഥമില്ല. നമുക്കറിയാം മാലാഖമാരുടെ ദൈവത്തിന്റെ സദസ്സിലാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. അല്ല, ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. അവർക്കൊന്നും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഇസ്രായേൽക്കാരുടെ വിശ്വാസത്തിന്റെ നായകനും നാഥനും പിതാവുമാണ് അബ്രാഹാം. അബ്രാഹത്തിനുണ്ടായ വലിയ ദൈവാനുഭവം ഉൽപ്പത്തി 18 പറയുന്നുണ്ട്. മാമറയുടെ ഒക്കുമരത്തോപ്പില് അബ്രാഹാം ഇങ്ങനെ വെയിലുമൂത്ത സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം അബ്രാഹത്തെ സന്ദർശിച്ചു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 3 ആളുകളാണ് വരുന്നത്. എന്തുകൊണ്ട് ദൈവം ഏകനായിട്ട് 3 ആളുകളായിട്ട് കാണപ്പെട്ടു എന്നുള്ളത് വ്യാഖ്യാനിക്കാൻ അഭിമാനത എളുപ്പമല്ല. നമുക്ക് തിരിയുന്നുണ്ട് ദൈവത്തിൽ 3 ആളുകളുണ്ട് എന്ന് ഈശോ വെളിപ്പെടുത്തി. അവിടെ നമുക്ക് പഴയ നിയമത്തിലെ ഏത് പരാമർശനം വായിക്കുവാൻ സ്നേഹമുള്ളവരെ അവിടെ കാണുന്ന ചിത്രങ്ങൾ അപൂർണമാണ്. ഈശോ വെളിപ്പെടുത്തിയ ചിത്രമാണ് പൂർണ്ണമായിട്ടുള്ളത്. അപ്പോൾ ഈശോ വെളിപ്പെടുത്തിയ പിതാവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പടിപടിയായിട്ട് നമുക്ക് ഈ ഒരു കാര്യവും നമ്മുടെ ഉള്ളിൽ ചേർത്ത് വെക്കാം. മറ്റു കാര്യം കൂടിയുണ്ട്. പഴയ നിയമത്തിലെ സാത്താനെ കുറിച്ചുള്ള വെളിപാട് അപൂർണമാണ്. സാത്താനും ദൈവവും ഒന്ന് തന്നെയാണ് ചിന്തിച്ച കാലഘട്ടം പഴയത്തിലുണ്ടായിരുന്നു. അതാണ് ഈ ഈജിപ്തിലെ പെസഹ രാത്രിയിൽ സമഹാര ദൂതനായിട്ട് ഞാൻ കടന്നു വരും, ആദ്യം അത് ഞാൻ സംഹരിക്കും, സമൃദ്ധനെ ഞാൻ അയക്കും, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ കാണാൻ പറ്റും. ദൈവം അയച്ച അശുദ്ധാരൂപി സാവൂൾ രാജയെ പ്രവേശിച്ചു എന്ന് ഉള്ള പരാമർശനം 1 സാമുവേൽ 14 കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷെ പിന്നോട്ട് വരുമ്പോൾ ആ ചിത്രം മാറി വരുന്നുണ്ട്. പക്ഷെ പിശാചുക്കൾ ആരാണ് എന്നുള്ളത് ഈശോയിലൂടെയാണ് പൂർണ്ണ വെളിപാട് കിട്ടുന്നത്. മത്തായി 12:22 വാക്യങ്ങളിൽ പിശാച് നരക സാമ്രാജ്യത്തിന്റെ അധിപനാണ്, അവന്റെ കീഴിലുള്ള ദൂതന്മാരാണ് മറ്റു പിശാചുക്കള്. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് പിശാചിനെ ബഹിഷ്കരിച്ച് ദൈവരാജ്യം സ്ഥാപിക്കുകയാണ്. 2 രാജ്യങ്ങളുടെ പോരാട്ടമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രക്ഷാകരത്തിന്റെ പ്രമേയം എന്ന് ഈശോയുടെ വ്യക്തമാക്കുന്നുണ്ട്. ദൈവരാജ്യം, നരകരാജ്യം. ആ ദൈവരാജ്യം നരകരാജ്യത്തെ തകർത്ത് സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഇത് നമ്മൾ പടിപടി കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ ആവരണീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.